എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എന്നോടൊരാൾ പറഞ്ഞു, നീ ഇങ്ങനെ സംസാരിക്കരുത്, കുറച്ചുകൂടെയൊക്കെ ഷുഗർ കോട്ടിംഗ് ചേർത്ത് സംസാരിക്കണം, കാരണം നിൻ്റെ സംസാരം ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെ വെട്ടു തുറന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ നന്നായിട്ട് അഭിനയിച്ചു നോക്കി, ചിരി വരാതെ ചിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കി, സങ്കടം വരാതെ സങ്കടം വരുന്നതായിട്ട് അഭിനയിക്കാൻ നോക്കി, ദേഷ്യമുള്ള ആൾക്കാരോട് ആ ദേഷ്യം കാണിക്കാതെ അവരോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കി, പിന്നെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പൂർണ്ണ പരാജയമായിരുന്നു ആ വിഷയത്തിൽ. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണോ അത് തന്നെ പുറത്തു കാണിക്കുവാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ വളച്ചു കെട്ടില്ലാതെ സ്ട്രെയിറ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്. ചിരി വന്നാൽ മാത്രമേ സാധാരണ ചിരിക്കാറുള്ളൂ, സങ്കടം വന്നാലേ കരയാറുള്ളൂ. ഒരാളെ കണ്ടുടനെ ഭയങ്കരമായിട്ട് അഭിനയവും കൊണ്ട് അവരോട് ഭയങ്കര സ്നേഹമുള്ളതായിട്ട്, അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ടവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മെ ഇഷ്ടപ്പെടാത്ത ധാരാളം പേരുണ്ട്. ഇന്ന് സമൂഹത്തിൽ പലർക്കും സുഖിപ്പിക്കുന്ന ആൾക്കാരെയാണ് താല്പര്യം കൂടുതൽ. അതായത് നമുക്ക് എത്ര ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കണ്ടാലും ആ ഇഷ്ടങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ അവരോട് ഭയങ്കര സ്നേഹമാണെന്നും മോളെ, ചക്കരെ, വാവേ, കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരോട് നമ്മൾ എന്ത് ചെയ്യുക, ചിരി വരാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ദേഷ്യങ്ങളെല്ലാം അതുപോലെ വച്ച് അവരോടുള്ള വെറുപ്പും അവരോടുള്ള വിദ്വേഷവും എല്ലാം മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവരെ കാണുമ്പോൾ പോയി കെട്ടിപ്പിടിക്കുക, അവരോട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, അവരെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുക. അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുക. റിയൽ ഫേസുള്ള ഒരു വ്യക്തിയെ പലപ്പോഴും പലരും വെറുക്കാറുണ്ട്. കാരണം റിയൽ ഫേസുള്ള വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിനകത്ത് അവരുടെ ചിന്തകൾ എന്താണോ, അവരെന്താണോ അത് പുറമേയും അവർ പ്രകടമാക്കും. എന്നാൽ പല മുഖങ്ങളുള്ളവർ, പല ഫേസുള്ളവർ പല സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഇന്ന് വേണ്ടത് ഒരേ സമയം പല സ്വഭാവങ്ങൾ കാണിക്കുന്നവരെയാണ്. അതായത് ഒരു വ്യക്തിയോട് വൈരാഗ്യവും പകയും വെച്ചിട്ട് ആ വ്യക്തിയുടെ അടുക്കൽ പോകുമ്പോൾ അവരോട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്, അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി അല്ലെങ്കിൽ അവരെ വാഴ്ത്തി ഒക്കെ സംസാരിക്കുന്ന സംസാര ശൈലിയാണ് പലരും താല്പര്യപ്പെടുന്നത്. എന്നാൽ ഒറിജിനൽ സ്വഭാവമുള്ള വ്യക്തികളെ പലരും ഇഷ്ടപ്പെടാറില്ല. അവർ പറയും, ഓ അവന് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവൾ ഭയങ്കര ദേഷ്യത്തിൽ അവൾ സംസാരിക്കുന്നത്, എന്നോട് അവൾ വെട്ടു തുറന്ന് അവൾ കാര്യങ്ങൾ സംസാരിച്ചു, അവളെൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന, അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം അവർക്ക് ഒറ്റ മുഖമേ ഉള്ളൂ, അവർക്ക് അഭിനയ വശമില്ല. അവർ പറയേണ്ടത് ആ സമയത്ത് പറയുന്നു, പിന്നെ അവരുടെ ഹൃദയത്തിൽ അങ്ങനൊരു ചിന്തയേ ഇല്ല. കാരണം അവർ പറഞ്ഞു അത് സോൾവ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ അടുക്കൽ വന്ന് പകയും വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും നുണയും പരദൂഷണവും അസൂയയും എല്ലാം വെച്ചുകൊണ്ട് അടുക്കൽ വന്നിട്ട് സുഖിപ്പിക്കുന്ന വ്യക്തികൾ അവർ മുഖത്തു നോക്കിയൊന്നും പറയില്ല. അവർ പറയുന്നതെല്ലാം മറ്റുള്ളവരോടായിരിക്കും. കാരണം അവർ കയ്യൊന്നും കൂടെ ഇട്ട്, ഇല്ലെങ്കിൽ ഈ പക വെച്ചുകൊണ്ട്, ഈ വ്യക്തിയോടുള്ള പക വെച്ചുകൊണ്ട് അവർ മറ്റുള്ളവരോട് നാം അറിയാതെ നാം പറഞ്ഞു എന്നും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആണ് എന്ന്
വരുത്തി തീർക്കുന്ന രീതിയിൽ കഥകൾ മെനഞ്ഞുണ്ടാക്കി അവർ പല പല വ്യക്തികളോടും പലതും പറഞ്ഞു അത് പരത്തുകയാണ്. സത്യമറിയാത്ത പലരും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടത് മുഖത്ത് നോക്കിക്കൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെയാണ്. നമുക്ക് നന്നാകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കുറ്റങ്ങൾ ഒരു വ്യക്തി വന്ന് പറയുന്നുവെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ കുറ്റങ്ങൾ എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ശരിയാണെന്ന് ചിന്തിക്കും, എൻ്റെ സംസാരം ശരിയാണെന്ന് ചിന്തിക്കും, എൻ്റെ പ്രവൃത്തികൾ ശരിയാണെന്നും ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ എൻ്റെ പെരുമാറ്റം എല്ലാം എനിക്ക് മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ എൻ്റെ കൂടെ വന്നൊരാൾ പറയുകയാണ്, നിങ്ങളുടെ ആ ക്യാരക്ടർ ശരിയല്ല, നിങ്ങളുടെ ആ എക്സ്പ്രഷൻ ശരിയല്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ഒരു ചേഞ്ച് വേണം. എനിക്ക് എവിടെയെങ്കിലും ഒരു കുറവുണ്ട് എങ്കിൽ അത് മറ്റൊരു വ്യക്തി വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും മറ്റൊരു വ്യക്തി വന്ന് നേരിട്ട് പറയാതിരുന്നാൽ ഒരിക്കലും നമ്മൾ ശരിയാകില്ല. നമ്മൾ ചിന്തിക്കും ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് നാം തെറ്റിദ്ധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ ദേഷ്യമോ അല്ലെങ്കിൽ നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് എങ്കിൽ അവർ ഒരിക്കലും വന്ന് നമ്മുടെ കുറ്റങ്ങൾ പറയില്ല. നിൻ്റെ സംസാരം ശരിയല്ല, നീ ഇന്നതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, നീ കുറച്ചുകൂടെ മാറ്റം വരുത്തണം. കാരണം ഇന്നെന്നോട് പറഞ്ഞതുപോലെ നീ കുറച്ചുകൂടെ ഷുഗർ കോട്ടിങ്, അതായത് സുഖിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പൊതിഞ്ഞ് സംസാരിക്കണമെന്നെന്നോട് പറഞ്ഞു. ഒരു പക്ഷേ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി, നന്നായിട്ട് അഭിനയിച്ചു നോക്കി. പക്ഷേ എന്നെക്കൊണ്ടത് കഴിഞ്ഞില്ല. ഞാൻ എന്താണ് എൻ്റെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് തന്നെ വന്നു ചേരുന്നു. പക്ഷേ അത് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞത്. കാരണം എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ. അല്ലാത്തവർ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുള്ള വിഷയങ്ങൾ നമ്മോട് വന്നവർ പറയാറില്ല. കാരണം എത്രത്തോളം നാം മോശപ്പെടണമോ അത്രത്തോളം മോശമാകണമെന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുക. അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നാം ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാണ് നാം നല്ലൊരു ഫ്രണ്ടായിട്ട് കാണേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. അല്ലെങ്കിൽ എന്താണ് അഭിനയവുമായി നമ്മുടെ മുൻപിൽ വന്ന് നമ്മെ സ്നേഹിക്കാതെ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് ആവശ്യം. നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമുക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്, ഇതൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് ചേഞ്ച് വരുത്തുവാൻ സാധിക്കും. അല്ലാതെ നമ്മെ സുഖിപ്പിച്ച് മോളെ അല്ലെങ്കിൽ മോനെ നീ നന്നായിരിക്കുന്നു, നിനക്കൊരു കുഴപ്പവുമില്ല, നീ നന്നായിട്ട് സംസാരിക്കുന്നു, നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, പല മുഖങ്ങളുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്, ഒറ്റ മുഖങ്ങളുള്ളവരെ നിങ്ങൾ വിശ്വസിക്കുക.